ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും മൈറൈഡ്സിൻ്റെ മൂന്നാർ വീഡിയോ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു മൂന്നാർ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒരു മൂന്നാറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോം സ്റ്റേ, നല്ലൊരു ഫാമിലി റിസോർട്ട് ഹോം സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ നമ്മൾ മുകളിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും, പോയി കാണാം. നല്ലൊരു ഫാമിലി ഹോം സ്റ്റേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 10 മണിക്ക് ശേഷമാണ് നമ്മൾ അവിടുന്ന് ഹോം സ്റ്റേന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ആനച്ചാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് വന്നത്. അവിടെ നിന്ന് നമുക്ക് ജീപ്പ് സവാരി അവൈലബിൾ ആണ്. നമ്മളിന്ന് 4 സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒന്ന് ഒരു വാട്ടർഫാൾ, പുത്തുങ്കൽ വാട്ടർഫാൾ, അതേപോലെ പൊന്മുടി ഹാങ്ങിങ് ബ്രിഡ്ജ്, പൊന്മുടി ഡാം, സൂയിസൈഡ് പോയിൻ്റ്. ഈ 4 സ്ഥലങ്ങളിലേക്കും 45 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഓഫ് റോഡ് യാത്രയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആനച്ചാലിൽ നിന്ന് നമ്മളൊരു ഓഫ് റോഡ് ജീപ്പ് നമ്മൾ റെൻറ്റിനെടുത്ത് ഏകദേശം 2000 രൂപ, 1800 രൂപയ്ക്ക് നമുക്ക് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ആ ഒരു ജീപ്പ് സവാരി എന്ന് പറയുന്നത് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഓരോരോ സ്ഥലത്തേക്കാണ് നമുക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കാണുന്നത് പുത്തുങ്കൽ വാട്ടർഫാളാണ്. ഒരുപാട് ചെറിയ ചെറിയ റോഡ് വഴിയാണ് ഈ ഒരു ജീപ്പ് നമ്മളെ ഇവിടെ എത്തിക്കുന്നത്. പുറത്തു നിന്ന് വരുന്ന നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഇതേപോലത്തെ ഉള്ളേരിയയിലുള്ള ഇതേപോലെ വാട്ടർഫാളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ നല്ലൊരു വാട്ടർഫാൾ, നല്ലൊരു ഫീലുള്ളൊരു വാട്ടർഫാൾ തന്നെയായിരുന്നു. ഒന്നും പറയാനില്ല, അതിമനോഹരമായിട്ടുള്ളൊരു വാട്ടർഫാളാണ്. നമ്മൾ ഫാമിലി ആയിട്ട് വന്നിരിക്കുമ്പോൾ കുറച്ച് കൂടുതൽ നേരം കൂടി വന്നിരിക്കും. ശരിക്കും ഇതിൻ്റെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആംബിയൻസാണ്, നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. ഒരു വിദേശ രാജ്യമാണെന്ന് തോന്നിപ്പോകുന്നൊരു അത്രയും മനോഹരമായിട്ടുള്ളൊരു പ്ലേസ്. ഇനി നമ്മൾ പോകുന്നത് ഹാങ്ങിങ് ബ്രിഡ്ജിലോട്ടാണ്. ഏകദേശം നല്ല ഒരു പഴക്കമുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഇത്. പൊന്മുടി ഡാമിൻ്റെ താഴ്ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പൊന്മുടി ഡാമിൻ്റെ ഷട്ടർ നമുക്ക് കാണാൻ കഴിയും. വർഷക്കാലത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീല് കൂടി ഉണ്ടാകുമ്പോൾ ഒരു നല്ലൊരു വൈബ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണത്. ഇനി നമ്മൾ പോകുന്നത് പൊന്മുടി ഡാമിലോട്ടാണ്. ഡാമിൻ്റെ ഒരു സൈഡിലോട്ട് അവിടെ ഒരു എക്കോ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ് ഉണ്ട്. ഇവിടുന്ന് നമ്മൾ ഉയർന്ന ശബ്ദത്തോട് കൂടിയിട്ട് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 4 ഭാഗത്തു നിന്നും പ്രതിധ്വനിയായിട്ട് കേൾക്കുന്ന ഒരു പ്ലേസാണ് എക്കോ പോയിൻ്റ്. നല്ലൊരു ഇതൊരു വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ ഒരു ഡാമിൻ്റെ ഈ റിസർവെയർ. അതിമനോഹരമായിട്ടുള്ളൊരു ഡാമാണ്. ഇനി നമുക്ക് ഡാം ക്രോസ് ചെയ്തിട്ട് പോകുമ്പോൾ ഡാമിൻ്റെ ഇരുവശവും കാണത്തക്ക രീതിയിൽ നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. ഈ ഫാമിലി ആയിട്ട് പോകുമ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് നേരം നിർത്തി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. ആ ഒരു സ്ഥലമൊക്കെയാണ്, ഈ റിസർവെയറിൻ്റെ ഒരു ഭാഗമൊക്കെയാണ് നമ്മൾ ഈ ചെന്നൈ എക്സ്പ്രസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്ത പ്ലേസ്. ഇനി നമ്മൾ പോകുന്നത് സൂയിസൈഡ് പോയിൻറ്റിലേക്കാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി മല കയറി കഴിഞ്ഞാൽ സൂയിസൈഡ് പോയിൻറ്റിലെത്തും. ഇതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നല്ല താഴ്ചയുള്ള ഒരു ഭാഗമാണ്, നല്ലൊരു വ്യൂ പോയിൻ്റാണ്. മോർണിംഗ് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൈബ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതിൻ്റെ ഒരുപാട് അപ്പുറത്ത് മലനിരകളൊക്കെ കാണാൻ പറ്റും.
അതിൻ്റെ തമിഴ്നാട് ബോർഡറും കൊളുക്കുമലയും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.